ബഹുമാനപ്പെട്ട കാരണവന്മാരെ, ഉസ്താദുമാരെ, നാട്ടുകാരെ, നമ്മുടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ ഏറെ കരുതലോട് കൂടിയായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. പരമാവധി അകലം പാലിച്ചുകൊണ്ട് തന്നെ എല്ലാവരും നിൽക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും എല്ലാവരും പാലിക്കണം, കർശനമായി തന്നെ അത് പാലിക്കണം. ഇതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ഏതായാലും ഒരു സുദീർഘമായ ഒരു പരിപാടിക്കുള്ള സാഹചര്യം നമുക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തു വരുന്ന പരിപാടികൾ വളരെ ലളിതമായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്തു തീർക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ കമ്മിറ്റി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സുദീർഘമായ പ്രസംഗമോ അല്ലെങ്കിൽ മറ്റു മൗലിക സദസ്സുകളോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വേദിയിലേക്ക് അടുത്ത്, അതായത് അകലം പാലിച്ചുകൊണ്ട് നിൽക്കണം. പ്രത്യേക ആ കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരും അകലം പാലിച്ച് കൂടി നിൽക്കാതെ മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ എല്ലാവരും നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ അകപ്പെട്ട ഈ മഹാമാരിയിൽ നിന്ന് അല്ലാഹു എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും രക്ഷ നൽകുമാറാവട്ടെ. അതുപോലെ ഒരുപാട് പേര് ഈ ഒരു വേദിയിൽ വരേണ്ട പലരും ഇപ്പം അടുത്ത കാലങ്ങളിലായി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അവരുടെ എല്ലാം കബറിടം അല്ലാഹു സ്വർഗത്തോപ്പാക്കി നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ UP ഉസ്താദാണ്. ഉസ്താദിനെ ആദരവ് ക്ഷണിക്കുകയാണ്. ഇലാ ഹദ്റത്ത് റൂഹി നബിയിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا وشفينا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات تسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وتقضي لنا بها جميع الحاجات وتقضي لنا بها جميع الحاجات ترفعنا بها عندك أعلى الدرجات تبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. وصل اللهم ثواب قراءتنا وبركة دعائنا وصلواتنا إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقام محمودا الذي وعدته. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوله المورود واحشرنا غدا تحت ظل لوائه المعقود. وإلى حضرات آبائه وإخوانه وأزواجه وذرياته وأهل بيته وأصحابه البدريين والوحديين والخندقيين والهنينيين وسائر الصحابة كلهم أجمعين. وإلى حضرات ساداتنا الأنبياء والمرسلين. إلى حضرات مشايخنا وأساتذتنا وإلى حضرات أوليائك المقربين. اللهم إلى أرواحهم ماتوا منا وإلى حضراتهم ماتوا من آبائنا وأمهاتنا وأجدادنا وجداتنا وإلى حضرات من نبيناهم في قلوبنا إلى حضرات أمواتنا وأموات المسلمين. اللهم اغفر لنا ولهم واجمع بيننا وبينهم في دار جناتك النعيم. اللهم يسر عسيرنا وسهل أمورنا وقضي حوائجنا
واشف أمراضنا وأمراض مرضانا يا شافي الأمراض اللهم احفظنا واحفظ أهلنا وأولادنا وجميع المسلمين من كل آفة وفتنة وبلية ومصيبة ومرض يا رب العالمين وادفع عنا وعنهم السم الناقي والداء القامي والوباء القاتل إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز أهل السنة والجماعة وأذل أهل البدعة والضلالة واحفظنا واحفظ أهلنا وأولادنا من كل آفة وفتنة وبلية يا رب العالمين الخارج من الأرض والنازل من السماء إنك على كل شيء قدير اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على خير നമ്മുടെ പതാക ഉയർത്തൽ നമ്മുടെ ഖിദ്മത്തുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് പി മുഹമ്മദ് മാസ്റ്റർ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, നാട്ടുകാർ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആലം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യജന്മദിനം ആഘോഷിക്കുന്ന ഇന്നത്തെ ഈ സുദിനം അതർഹിക്കുന്ന രീതിയിൽ ആഘോഷിക്കാനോ സാധാരണ പോലെ പരിപാടികൾ നടത്താനോ നമുക്ക് അവസരമില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ പ്രോട്ടോക്കോളുകൾക്കും അതീതമായിട്ടാണ് പരിപാടികളെല്ലാം അതനുസരിച്ച് മാത്രമേ പാടുള്ളൂ. അതിനൊക്കെ അപ്പുറത്താണ് നാം ഇത് നടത്തിയിട്ടുള്ള പരിപാടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ അവൻ സ്വീകരിക്കുന്ന അമലാക്കി, രണ്ട് ലോകത്തും ഉപകരിക്കുന്ന അമലായി നമ്മുടെ ഒക്കെ ഒന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. സ്ഥിരമായി നമുക്ക് പതാക ഉയർത്തലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഖാദിയാരടക്കം ഒരുപാട് ആളുകൾ ഇതോടൊക്കെ ഒരുപാട് മഹബത്തുള്ള ആളുകളൊക്കെ വീട്ടിൽ രോഗശയ്യയിലാണ്. അവരുടെയൊക്കെ രോഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അതുപോലെ അടുത്തിടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ അഹമ്മദ് കുട്ടിയാജി അടക്കമുള്ള ഒരുപാട് ആളുകൾ, സ്ത്രീകളടക്കം നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയി. അവരുടെ ഖബറൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നാം കാണിക്കുന്ന ഇഷ്കിൻ്റെയും ഈ മഹബത്തിൻ്റെയും കാരണം കൊണ്ട് രണ്ട് ലോകത്തും വിജയികളിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് ലോക ജനതയും നമ്മുടെ നാടിനെയും മഹല്ലത്തിനെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ നമ്മുടെ പരിപാടികളെ സംബന്ധിച്ച് ഇനി ഇതനുസരിച്ചുള്ള അല്ലാത്ത മറ്റൊരു പരിപാടി നമുക്കില്ല. നടത്തേണ്ട കാര്യങ്ങളൊക്കെ യൂട്യൂബിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടൊക്കെ നടത്താൻ പരമാവധി ശ്രമിച്ച് നമ്മുടെ ചെറുപ്പക്കാരും ഉസ്താദുമാരും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെയും റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ എല്ലാവർക്കും വളരെ പ്രയാസമുള്ള രീതിയിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുത്തറസൂലിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരവസ്ഥ നമ്മൾക്കോ നമ്മളെ കൂടെയുള്ള മുതിർന്ന ആളുകൾക്കോ ആർക്കും ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ നിയമത്തിന് വിധേയരാണ് എന്നതുകൊണ്ടാണ് ഈ രീതിയിൽ. എന്നാൽ തന്നെ ഇപ്പോൾ നമ്മളെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുചേരലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരത്തിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇവിടെ വന്നു ചേർന്ന് നമ്മളെ ദുആയിൽ പങ്കെടുത്ത് ഇതിനോട് മഹബത്തുള്ള ഒരു നിലക്കും ഇവിടെ എത്താൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്ത് ഇതിനിടക്ക് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്തൊക്കെ പിരിഞ്ഞ് അതിനുശേഷം നമ്മളെ കുട്ടികളുടെ ഘോഷയാത്രയായി നമ്മളൊക്കെ അവരുടെ കൂടെ കാക്കാടൻചാലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കൊല്ലം അതിനൊന്നും നമുക്ക് ഒരു സാഹചര്യം അനുകൂലമല്ല. എങ്കിലും നമുക്ക് ആവുന്ന അത്ര
ചെയ്യാം എന്ന് കരുതിയാണ്. വളരെ ചെറിയ രീതിയിൽ, ഇതൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നോ പതാക ഉയർത്തലുണ്ടെന്നോ നമ്മൾ ഒത്തുചേരലുണ്ടെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മൾ ആ ഒരു മനസ്സിലുള്ള സ്നേഹം കൊണ്ട് പലരും വന്നു നോക്കിയതാണ് ഇവിടെ എന്തോ നടക്കുന്നുണ്ടോ. ഏതായാലും ഈ വന്ന ആളുകൾക്കൊക്കെ എല്ലാവിധ നന്മകളും നേരുകയും അള്ളാഹു ഇത് കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. പിന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞ ഈ നബിദിനത്തിൻ്റെ ശേഷം ഈ നബിദിനത്തിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി. നമ്മളെ കുന്നുമല മുട്ടിയാജി, പാൽത്തത്തിൽ അർമാനാജി, നമ്മളെ വട്ടോത്ത് ആലിയാജി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളുടെ ഈ പീഡിയൻ്റെ പണിയും അതുപോലെ തൊട്ട് താഴെയുള്ള പീഡിയൻ്റെ പണിയും ആയി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ. അതുപോലെ നമ്മുടെ ഉസ്താദുമാർ നമ്മളുടെ കുട്ടികളുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് അറിയുന്നതിന് 4-5 സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് അവിടെ അവരുമായി ബന്ധപ്പെട്ട് സംവദിച്ച് ആ സംഭവത്തിനിടയിൽ ഒരുപാട് ആളുകൾ വളരെ ആത്മാർത്ഥമായി നമ്മളുമായി സഹകരിച്ച് ഇത് പിന്നെ ഉസ്താദുമാർക്കുള്ള പിന്നെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള ട്യൂഷൻ ഫീയും നന്നായി വളരെ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. ആ എല്ലാ നാട്ടുകാരെയും രക്ഷിതാക്കളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയും കൂടി ചെയ്യാണ്. ഇനി ഈ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറഞ്ഞ ആളുകളൊന്ന് കാക്കാടഞ്ചാലിൽ പോയി ഒന്ന് ദുആ ചെയ്ത് പോരുന്നുണ്ട്. എല്ലാവരും പോരണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. അത്യാവശ്യം സൗകര്യമുള്ള ആളുകൾ, വാഹനമുള്ള ആളുകളൊന്ന് അവിടെ വരെ പോയി നമുക്കൊന്ന് ദുആ ചെയ്ത് വന്നാൽ ഉടനെ പാക്കിംഗ് തുടങ്ങും. ഒരാളും അങ്ങോട്ട് പോകേണ്ടതില്ല. അതുമായി 100% സഹകരിക്കാനും പാക്കിംഗ് നടത്താനും സൗകര്യവും ആരോഗ്യമുള്ള ആളുകൾ മാത്രം അങ്ങോട്ട് പോയാൽ മതി. ബാക്കിയുള്ള ആളുകളൊക്കെ തിരിച്ച് വീട്ടിൽ പോവുക. നിങ്ങളുടെ ഭക്ഷണം വളരെ ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലെത്തും ഇൻഷാ അല്ലാ. നമ്മളുടെ പ്രവർത്തകർ, വളണ്ടിയർമാർ, പ്രത്യേകം ഈ വളണ്ടിയർമാർ കൂട്ടത്തിലുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഓരോ പിന്നെ പാർമൽ ഏരിയയിലാണ് ആദ്യം കൊടുക്കാമെന്നാണ് മജീദ് കായി പറഞ്ഞത്. അവർക്കുള്ള പൊതി എത്രയാണോ അത്രയും പൊതി കൊള്ളുന്ന ഒരു ഓട്ടോ അല്ലെങ്കിൽ ഒരു കാറോ അങ്ങനെയുള്ള ഒരു വണ്ടി അവിടെ ഏർപ്പാട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓരോ ഗ്രൂപ്പ് ലീഡർമാരും അവർക്കുള്ള ഭക്ഷണപ്പൊതി എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വണ്ടി നമ്മൾ ഹുസൈൻഖാൻ്റെ വീട്ടിൽ എത്തിച്ച് ആ ഒരു 10-ന് ശേഷം ഇൻഷാ അല്ലാ നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ ഗ്രൂപ്പ് ലീഡർമാർ അവർക്കുള്ള ഭക്ഷണപ്പൊതി ഏറ്റുവാങ്ങി അത് വിതരണം ചെയ്യാൻ, അവരോട് സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ ചെറുപ്പക്കാരായ ആളുകൾ മുന്നോട്ട് വരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു പിന്നെ പ്രവർത്തകൻ എന്ന നിലക്ക് എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നബിദിനാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه على كل حال. حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد فلك الشكر حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على المصطفى حبيب الله محمد النبي الأمي وعلى آله وصحبه وسلم. اللهم وصل مثل صواب ما قرأناه من القرآن العظيم
هذه هدية واصلة منا أولا إلى حضرة شفينا وحبيبنا ومعشوقنا المصطفى محمد صلى الله. اللهم آتِ الوسيلة والفضيلة والدرجة الرفيعة العالية وبعثه مقام محمود الذي وعدته وارزقنا اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته. اللهم لا تحرمنا رؤيته في الدنيا والآخرة. اللهم ارزقنا محبته. اللهم ارزقنا معيته وأوردنا حوضه المورود واسقنا بكأسه وانفعنا بمحبته وأشرنا وأهلنا وأساتذنا وتلاميذنا وأقاربنا ومن أوصانا بالدعاء ومن أعاننا ومن أحبنا ومن أطعمنا ومن أعان أمرنا هذا وذم بزمرته تحت ظل لبائه المعقود. اللهم اجعلنا وإياهم من خيار أمة سيدنا محمد صلى الله. اللهم اسقنا وإياهم بكأس نبيك سيدنا محمد صلى الله يا ذا الجلال والإكرام. وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين صلوات الله وسلامه عليهم أجمعين. وإلى أرواح أزواجه الطاهرات أمهات المؤمنين وإلى أرواح آله وأهل بيته وإترته أجمعين. وإلى أرواح ساداتنا البدريين واللوديين وبقية الصحابة والقرابة رضوان الله تعالى عن كل واحد منهم أجمعين. وإلى أرواح سائر الأنبياء والأولياء والعلماء والصديقين والشهداء والصالحين. وإلى أرواح جميع مشايخنا مشايخ سلسلة القادرية الجلالية والرفاعية والجسية الصابرية والصورة الكبرية المدانية قدس الله أسرارهم ونفعنا وأهلنا ومن تعلقوا بنا ومن ماتوا منا ومن دفنوا في هذه المقبرة وجميع المسلمين بهم في الدارين ونفعنا وإياهم بهم في الدارين. وإلى أرواح أهل الخير كلهم أجمعين. اللهم اذ بشرفهم يا رب العالمين. اللهم أعل درجاتهم في الجنة. اللهم اغفر علينا وعلى والدينا وعلى أساتذتنا وأزواجنا وأولادنا وأقاربنا ومن أوصانا بالدعاء وعلى من دفنوا في هذه المقبرة وعلى أمواتنا من فيوضاتهم. اللهم أمدنا وإياهم بمددهم. اللهم احمنا وإياهم بحمايتهم. اللهم انصرنا وإياهم بنصرتهم يا خير الناصرين. اللهم ارحمنا اللهم ارحمنا وإياهم بهم يا راحم المساكين. اللهم اغفر ذنوبنا وذنوبهم بهم يا غفار. اللهم نور قلوبنا وقلوبهم بهم بنور معرفتك يا رب العالمين. اللهم أصل مقاصدنا ومقاصدهم. اللهم بلغ آمالنا وآمالهم. اللهم أد ديوننا وديونهم. اللهم اشف أمراضنا وأمراضهم شفاء تاما لا يغادر سقما ولا ألما بجاه نبيك وحبيبك سيدنا محمد صلى الله عليه وسلم وبحقوق مشايخنا يا رب العالمين. اللهم احفظنا واحفظهم واحفظ من أوصانا بالدعاء واحفظ جميع المسلمين يا حفيظ يا حفيظ يا حفيظ من الأمراض المخوفة ومن الأمراض كلها يا رب العالمين بحقوق مشايخنا. اللهم نجنا وإياهم مما نخاف ونحاذر ومن الأمراض المخوفة يا ذا الجلال والإكرام. وإلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا
وأقربائنا الموتى وإلى أرواح من دفنوا في هذه المقبرة عامة وإلى أرواح أموات المسلمين اللهم اغفر لنا ولهم اللهم اجمع بيننا وبينهم في دار جناتك النعيم اللهم أدخلهم الجنة وأعيذهم من عذاب القبر وفتنته ومن عذاب النار اللهم أنس وعشتهم وآمن روعتهم ونفس كربتهم ونور محلتهم وارفع درجتهم يا ذا الجلال والإكرام റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, വദൂദായ അല്ലാഹ്, ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹ്, ഞങ്ങളെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം രേഖപ്പെടുത്തി അല്ലാഹുവേ ഈ പള്ളിൻ്റെ പരിസരത്ത് കിടക്കുന്ന കബറാളികളെ സിയാറത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവേ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഹായിബാക്കല്ലേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സലാത്തും സലാമും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധു പറഞ്ഞതും നിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയതും എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ സലാത്തു സലാമിനെ ഞങ്ങളെ ഖുറത്തുല്ലൈനായ മുത്തുമായ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരു ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്, തിരു ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, വദൂദായ അല്ലാഹ്, ഞങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹിബ്ബീങ്ങളിലും ആശിഖീങ്ങളിലും പാപികളായ ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ ഉസ്താദന്മാർ, ഇഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ മദ്രസയിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും ഉസ്താദന്മാരെയും എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ, എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൈറായ ഉമ്മത്തുകളിൽ അവരെയും ഞങ്ങളെയും നീ പെടുത്തണേ റഹ്മാൻ. അവിടുത്തെ ശഫാഅത്ത് അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാൻ. അവിടുത്തെ തൃക്കൈ കൊണ്ട് ഒരു ഗ്ലാസ് ഔദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാൻ, ഭാഗ്യം നൽകണേ റഹ്മാൻ, ഭാഗ്യം നൽകണേ റഹ്മാൻ. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, അവിടുത്തെ ചര്യയോട് പൂർണ്ണമായി ഇത്തിബാ ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാൻ, തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന ദിവസമായ അവിടുത്തെ വഫാത്തിൻ്റെ ദിവസമായ ഈ റബീഉൽ അവ്വൽ 12 അന്ന് അവിടത്തേക്ക് അവിടുത്തെ പേരിൽ നടത്തുന്ന നേർച്ച, അതിനുവേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, അല്ലാഹുവേ ശരീരം കൊണ്ട് അധ്വാനിച്ചവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ. പടച്ചവനെ അവർ ചെയ്ത എല്ലാ ധർമ്മത്തിനും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും ശാരീരികവും മാനസികവും പൈശാചികവുമായ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാൻ. അല്ലാഹുവേ കൊറോണ വൈറസിനെ തൊട്ട് അവരെയും ഞങ്ങളെയും ഞങ്ങളെ ഗൾഫുകാരെയും മൊത്തം മുസ്ലിമീങ്ങളെയും നീ കാക്കണേ റഹ്മാൻ. നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നീ സലാമത്താക്കണേ പടച്ചവനെ. ഈ വൈറസ് കൊണ്ട് നീ ആരെയും പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ പരീക്ഷിക്കല്ലേ റഹ്മാൻ. പടച്ചവനെ ഏതെങ്കിലും ശരീരത്തിൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സലാത്തു സലാമിൻ്റെ ഹക്ക് കൊണ്ട് ഇപ്പം തന്നെ നീ കരിച്ചു കളയണേ റഹ്മാൻ, കരിച്ചു കളയണേ റഹ്മാൻ, കരിച്ചു കളയണേ റഹ്മാൻ. പടച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ്. പടച്ചവനെ നീ അത് കബൂലാക്കണേ റഹ്മാൻ, കബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ എല്ലാ ബലാലും മുസീബത്തുകളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ മദ്രസകളിൽ നടക്കുന്ന പരിപാടികളിലൊക്കെ അല്ലാഹുവേ ഓൺലൈനിലാണെങ്കിലും അത് ഭംഗിയായി നടത്താൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാൻ, നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും നീ ദുനിയാവിലും ആഖിറത്തിലും നീ ഖൈറ് നൽകണേ അല്ലാഹ്, ഖൈറ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഗൾഫുകാരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, അവരെ നീ സഹായിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും ജോലിയിലും കച്ചവടത്തിലും കൃഷിയിലും ഇൽമിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. യാ അസീസ് യാ ഗഫാർ യാ റഹീം യാ വദൂദ് യാ വദൂദ് യാ വദൂദ്. അജ്ബ് യാ അല്ലാഹ്, അജ്ബ് യാ അല്ലാഹ്, അജ്ബ് യാ അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു തആല വസല്ലം.
بحق صلى الله على محمد صلى الله عليه صلى الله على محمد صلى الله اللهم صل على محمد يا رب صل إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك إلى الدرجات وتبلغنا بها قصر الحياة من جميع الخيرات في الحياة وبعد الممات. اللهم أوصل بلغ مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة بركة شاملة منا إلى حضرة روح نبينا محمد المصطفى صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا تحت ظل لوائه المعقود. وإلى حضرة أرواح آبائه وإخوانه من الأنبياء والمرسلين صلوات الله تعالى وسلامه عليهم أجمعين. وإلى حضرة أرواح أصحابه البدريين والوهديين والحنينيين والخندقيين وسائر الصحابة والقرابة كلهم أجمعين. وإلى حضرة أرواح أهل الخير كلهم أجمعين. وإلى حضرة أرواح مشايخنا وأساتذتنا وإلى حضرة أرواح آبائنا وأمهاتنا وجدنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا وسائر أقربائنا كلهم خاصة. وإلى حضرة أرواح أموات المسلمين مع القرى عامة إنك على كل شيء قدير. وإلى حضرة من مات منا خاصة. وإلى حضرة من دفن حول مسجدنا كلهم خاصة. اللهم اجعل قبورنا وقبورهم روضة من رياض ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم اجمع بيننا وبينهم في ذلك دار جنات النعيم الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم سلمنا من كل آفات الدارين وارزقنا سعادات الدارين وآتنا عزة الدارين. اللهم نجنا من كل فضيحات الدارين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من البرص والجذام والجنون ومن سيء الأسقام.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما سبحان الذي أتنا في شهر ربيع الأول قمر نبي الهدى ووجد نوره قبل الخلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدى وألبسوا نخلة الجمال التي لن يلبسها أحدا فولد بوجه أخجل قمرا وفرق داله الذي توسل به آدم عليه السلام وافتخر بكونه والدا مستغاث به نوح فنجا من ردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمد ورأت أمه آمنة رضي الله عنها حين عملت به الملائكة السماء مددا ودخل عليه الأنبياء وهم يقولون لا إذا وضعت الشمس الفلاح والهدى فسميه محمدا. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم المؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نور بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب1000 عام يسبح الله ذلك النور تسبح الملائكة بتسبيح فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في دينته فأحبتني الله في صلب آدم عليه السلام إلى الأرض وجعلني في سفينة في صلب نوح عليه السلام وجعلني في صلب خليل إبراهيم عليه السلام حين قذف فيه في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقي على صفاء قط. اللهم صل وسلم وبارك عليه. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله سيدنا محمد صلى الله عليه وسلم. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. إننا نرجو إلى كأس حولك للعطش يوم نشر كتابيا سيدي خير النبي. الشفاعة هب لنا في القيامة مشفقا وهلنا الله يا سيدي خير النبي. الصلاة على النبي والسلام على الرسول
الشفيع الأبتهي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا وشفينا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا بيتنا هذا ثم الناقي والداء القامي والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء وحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر تنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഈ മദ്രസയുടെ പ്രധാന അധ്യാപകനായ UPC ഉസ്താദ് അവറുകളെ, നമ്മുടെ സ്ഥാപനത്തിലെ മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹികളായ KP കുഞ്ഞോദി മാഷ്, PK മോയിൻകുട്ടി ഹാജി, അതുപോലെ നമ്മുടെ ഈ നബിദിന സംഘാടക സമിതിയുടെ ചെയർമാനായ ബഹുമാനപ്പെട്ട വൻതിൽ മജീദ് ഹാജി, നമ്മുടെ ഈ പരിപാടിയിൽ എത്തിപ്പെട്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മുടെ പരിപാടി ശ്രവിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വർഷം നമ്മുടെ പ്രദേശത്തെ പൂർവികർക്കാർക്കും പരിചയമില്ലാത്ത തരത്തിലുള്ള ഒരു നബിദിനാഘോഷമാണ് നമ്മൾ ഈ വർഷം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. അതെല്ലാം എല്ലാ ആളുകളും മനസ്സിലാക്കുകയും ഇതിൻ്റെ സംഘാടകർക്കും ഇത്തരത്തിലുള്ള ഒരു പൂർണ്ണമായ ഒരു മുൻ പരിചയം ഇല്ല എന്ന് മനസ്സിലാക്കി വരുന്ന പോരായ്മകളൊക്കെ എല്ലാ രക്ഷിതാക്കളും സഹകരിച്ച് നമ്മളോട് സംവിധാനങ്ങൾക്കൊക്കെ അനുകൂലമായ രീതിയിലുള്ള പ്രതികരണം നടത്തി നമ്മളോട് കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ നമ്മുടെ ഈ സാഹചര്യം അനുകൂലമല്ലാത്ത ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ പരിപാടി ചെറിയ രീതിയിൽ സംഘടിപ്പിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡന്റ് PK മോയിൻകുട്ടി ഹാജി അധ്യക്ഷത വഹിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട സീനിയർ നമ്മുടെ ട്രഷററും കൂടിയായ സീനിയർ മെമ്പർ കൂടിയായ ബഹുമാനപ്പെട്ട കുഞ്ഞോദി ഹാജി വളരെ കുറഞ്ഞ വാക്കുകളിൽ ഈ യോഗം ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരും. അതുപോലെ നമുക്ക് ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട UPC ഉസ്താദ് വൻതിൽ മജീദ് ഹാജി തുടങ്ങിയ ആളുകൾ വളരെ കുറഞ്ഞ വാക്കുകളിൽ ആശംസ അർപ്പിച്ച് നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും. എല്ലാ ആളുകളും ഇതുമായി 100% സഹകരിക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തി യോഗത്തിൻ്റെ അധ്യസ്ഥാനം ബഹുമാനപ്പെട്ട മോയിൻകുട്ടി ഹാജിയോട് ആദരപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ,
അസ്സലാമു അലൈക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നബിദിന പരിപാടി വിപുലമായിട്ട് നമ്മൾ നടത്തി വരാറുള്ളത് ആയിരുന്നു. ഈ പ്രാവശ്യം പരിധികൾ ഉള്ളതുകൊണ്ട് ആ ചടങ്ങുകൾ മാത്രം നിർവഹിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വരും നാളുകളിലൊക്കെ നമുക്ക് നല്ല നിലയിൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ നമ്മുടെ ഈ രോഗത്തിന് അല്ലാഹു ലോകത്തു നിന്ന് ശിഫയാക്കി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ട്രഷറർ കൂടിയായ ബഹുമാനപ്പെട്ട കുഞ്ഞോതി മാസ്റ്റർ അവർകളാണ്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, UPSC, മറ്റ് ഉസ്താദുമാർ, സ്റ്റേജിലുള്ള മഹാൻ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, വളരെ ആഘോഷത്തോടുകൂടി കഴിക്കേണ്ട ഒരു പരിപാടി നമ്മൾ ഈ വർഷം നമുക്ക് അനുകൂലമല്ല, സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ചെറിയൊരു പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. ലോകം മുഴുവനും ഒരു മഹാവിപത്തിനെ എതിരൊടുക്കിയ സന്ദർഭത്തിൽ നമ്മളും അതിനുവേണ്ടി ദ്വാ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഉമാർ സല്ലാക്കയില്ല റഹ്മത്തുൽ ആലമീൻ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ മഹത്തായ അതിനെ മാത്രം അനുകരിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനും അതിലേക്ക് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ എതിരെയുള്ള സംഘടനകൾ പോലും നിബിധനം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശസ്തി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് നമ്മൾക്ക് ഒരു സാരിയാമരായ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ലോകത്ത് ഇന്ന് മഹാവിപത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഉയർത്തിക്കളയുമാറാവട്ടെ ആമീൻ ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഒരു സ്വലാത്തോടുകൂടി ഒരു സ്വലാത്ത് ചൊല്ലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന് ആദരവോട് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. ആദരണീയരായ യോഗാധ്യക്ഷൻ, ബഹുമാനപ്പെട്ട നാട്ടിലെ കാരണവന്മാരെ, സഹപ്രവർത്തകരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദര സഹോദരിമാരെ, ഒരുപാട് കാലം നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് ഇങ്ങോട്ട് വിശുദ്ധമായ റമദാൻ മാസം, റബീഉൽ അവ്വൽ മാസം സമാഗതമാകുമ്പോൾ നമ്മൾ നടത്തിപ്പോരാറുള്ള കാര്യങ്ങളിലൊക്കെ ഈ വർഷം ഒരു മാറ്റം സംഭവിച്ചതായി ഇവിടെ സൂചിപ്പിച്ചു. ഇതെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാം ഓൺലൈനായി കഴിഞ്ഞിരിക്കുകയാണ്. നിസ്കാരമായാലും ജമാഅത്തായാലും ഒക്കെ പ്രോട്ടോക്കോൾ പാലിക്കുമ്പോൾ, ജുമുഅയായാലും ഒക്കെ നമുക്ക് റാഹത്ത് വളരെ കുറഞ്ഞുകൊണ്ട് പോവുകയാണ്. 2 മീറ്റർ വിട്ട് അകലം പാലിച്ച് ഒരു ജമാഅത്ത് നടക്കുമ്പോൾ അതിൻ്റേതായ ഒരു ലദത്ത് റാഹത്ത് നമുക്ക് കിട്ടുന്നില്ല. എന്നിരുന്നാലും നമ്മൾ നിർബന്ധിതരാണ് ഇന്നത്തെ പ്രോട്ടോക്കോൾ പാലിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ സദസ്സ് ഈ കാണുന്ന ഏതാനും പേരിൽ ചുരുങ്ങിപ്പോയതാണ്. വീടുകളിൽ വെച്ച് പരിപാടി വീക്ഷിക്കുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രവർത്തകർക്കും ഒക്കെ നമ്മൾ ഈ അവസരത്തിൽ
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വലിൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. കുട്ടികളുടെ കലാപരിപാടികളൊന്നും വേണ്ടതുപോലെ നടത്താൻ ഈ വർഷം നമുക്ക് കഴിയില്ല. ഈ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് രക്ഷിതാക്കൾ പോരായ്മകൾ മാത്രം ചൂണ്ടിക്കാണിക്കാതെ എൻ്റെ കുട്ടിക്ക് പങ്കെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിക്കാതെ പരമാവധി സഹകരിച്ച് നിങ്ങളൊക്കെ ഈ പരിപാടിയുമായി യോജിച്ചു പോകാൻ, ഇന്നത്തെ കാലഘട്ടവുമായി ചേർന്ന് പോകാൻ നിങ്ങൾ സഹകരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരായത്ത് സൂചിപ്പിച്ചു, ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന്. ലോകത്തിന് മുഴുവനും അങ്ങ് റഹ്മത്താണ്, കാരുണ്യമാണ് എന്ന്. ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം പിറന്നതിന് ശേഷം നമ്മുടെ കോവിഡ് കണക്കുകളിൽ ഒരുപാട് ഇളവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. നമുക്കാകെ പ്രതീക്ഷയുള്ളത് മഹാനായ അഷ്റഫുൽ ഹൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തും അവിടുത്തെ കാരുണ്യവർഷവും ഒക്കെയാണ്. അതുകൊണ്ടായിരിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. നമ്മളിതിലൊക്കെ വിശ്വാസമുള്ളവരാണല്ലോ, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവർക്കാണ് എല്ലാ കഴിവും. അതുകൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ മാസമാകുന്ന റബീഉൽ അവ്വൽ പിറന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന കണക്കുകളൊക്കെ ചുരുങ്ങി വരുന്നതായിട്ടാണ്. അല്ലാഹു ഈ മഹാമാരിയെ ഹബീബായ നബി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ ഈ ലോകത്തിന് കാരുണ്യം ചൊരിയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വലിലുള്ള മദ്ഹ് പ്രഭാഷണങ്ങൾ കൊണ്ട്, മദ്ഹ് സദസ്സുകൾ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട്, പുണ്യകർമ്മങ്ങൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട്, നബി തങ്ങളുടെയും സഹാബത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട്, പൂർവികന്മാരുടെ ഹഖ് ജാഹ് കൊണ്ട് അള്ളാഹു ഈ മഹാമാരിയെ ലോകത്ത് നിന്ന് എടുത്തു കളയുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഓൺലൈൻ പരിപാടിയിൽ സംബന്ധിക്കുന്ന ചുരുക്കം ചില കുട്ടികളുടെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഈ നടക്കുന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ വിധത്തിൽ സംഘടിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയ നമ്മുടെ ചെറുപ്പക്കാരെയും പ്രവർത്തകരെയും പ്രത്യേകം പ്രശംസിച്ചുകൊണ്ടും അല്ലാഹു അവർക്കൊക്കെ നമുക്കും നമ്മുടെ ഈ നാട്ടിലെ എല്ലാവർക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കുമൊക്കെ അല്ലാഹു ആഫിയത്തും റാഹത്തും സലാമത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംഘാടക സമിതി ചെയർമാൻ പുനത്തിൽ മജീദ് ഹാജി നിങ്ങളോട് ആശംസകൾ അർപ്പിക്കും. അദ്ദേഹത്തിന് ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന PK മൊയ്‌നുട്ടി ഹാജി അവർ വളരെ അർത്ഥവത്തായ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഈ നാടിൻ്റെ നെടുന്തൂൺ എന്ന് അറിയപ്പെടുന്ന കാരണവർ കൂടിയായ KP കുഞ്ഞോലി മാസ്റ്റർ, ഈ പ്രസ്ഥാനത്തിലൂടെ ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ ചുമതലകളും വളരെ കൃത്യമായിട്ട് നമ്മളുടെ ഇടയിലൂടെ എല്ലാ സമയത്തും അഹോരാത്രം, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം ജീവിതം തന്നെ അതിലേക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ബഹുമാനപ്പെട്ട NK അബ്ദുൽ മജീദ് മാസ്റ്റർ, പ്രധാന അധ്യാപകൻ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രധാന അധ്യാപകൻ UPC ഉസ്താദ്, മറ്റ് പ്രിയപ്പെട്ട ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, ഈ പരിപാടി ഇവിടെ ഇത്രയും ഭംഗിയായി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി പാകം ചെയ്തെടുത്ത SKSSF-ൻ്റെയും കമ്മിറ്റി ഭാരവാഹികളെയും അതേപോലെ മറ്റ് സുഹൃത്തുക്കളെയും, കാര്യങ്ങളൊക്കെ ഇവിടെ പറയുകയും അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് അറിയുകയും ചെയ്യുന്ന ഒരു സമയമാണ്.
ഇവിടെ ഇരുന്നപ്പോൾ അറിയാതെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിലേക്ക് പോയി. കാരണം ഒരുപാട് കാലങ്ങളൊന്നും ഈ പരിപാടികളിൽ സംബന്ധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ നാട്ടിൽ നബിദിന ആഘോഷം എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിൻ്റെ കൃത്യമായ വഴികളിലൂടെ നമ്മൾ ആഘോഷിച്ച് പോരുന്ന ഒരു സമയമാണിപ്പോൾ. അത് ഈ രൂപത്തിലേക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ലോകം മുഴുവൻ കൈയടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വർഷത്തെ നബിദിനവും വീട്ടിലിരുന്ന് വിരൽത്തുമ്പ് കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന ഒരവസരത്തിലാണ് ഇപ്പോഴുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം അടുത്ത വർഷത്തേക്ക് നമ്മൾക്ക് സാധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കൂടുതലൊന്നും പറയേണ്ട അവസരമല്ല, അതിന് പറ്റിയ സമയവുമല്ല. എങ്കിലും ഈ വർഷത്തെ നബിദിനം നമ്മൾ ഏത് രീതിയിൽ നടത്തണമെന്ന് വളരെ കൃത്യമായി ആലോചിക്കുകയും ബഹുമാനപ്പെട്ട കാരണവന്മാരടക്കം അത് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്തരം ചെറിയൊരു ചടങ്ങ് കൊണ്ട് ഇത് പൂർത്തീകരിക്കുകയും, എന്നാൽ നമ്മൾ സാധാരണ ഇവിടെ എല്ലാ വർഷവും ഒരു ഭക്ഷണം ഈ ദിനത്തിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അതിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുകയും അതിന് ഒരു മാറ്റവും വരുത്താതെ മുമ്പത്തേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് ആ പരിപാടി കൈകാര്യം ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ഏറ്റെടുക്കുകയും ഈ വിനീതനെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകൊണ്ട് നമ്മൾ ആ കാര്യം വളരെയധികം വിജയകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും, സഹോദരിമാരടക്കം കാരണവന്മാരടക്കം, ബഹുമാനപ്പെട്ട കുഞ്ഞോതി മാസ്റ്ററുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്ത ആ കാര്യത്തിൽ വളരെയധികം ആളുകൾ നമ്മളോട് സഹകരിക്കുകയും അവരൊക്കെ പ്രാർത്ഥന അതിനു വേണ്ടി നമ്മളോട് ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ നാട്ടിലെ എല്ലാ വീടുകളും നമ്മളെ കളരാന്തരിയുമായിട്ട് ബന്ധപ്പെടുന്ന മുഴുവൻ വീടുകളിലും ഒരു ഭക്ഷണപ്പൊതി എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഉസ്താദിനോട് ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യവുമായി വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ അവർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഗൾഫ് സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ട വിളിച്ചപ്പോൾ അവർ മുമ്പ് പറഞ്ഞതിനേക്കാൾ പൂർവാധികം ശക്തിയോടെ അവർ പറഞ്ഞത് ഞങ്ങൾ സഹകരിക്കാമെന്നാണ്. അതുകൊണ്ട് തന്നെ നല്ല സഹകരണം എൻ്റെ പ്രിയപ്പെട്ട ഗൾഫ് സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതേപോലെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും, നമ്മൾ ഓരോ വീട് കയറി ഇറങ്ങുമ്പോഴും പ്രായമായ സ്ത്രീകൾ, അവർക്കൊക്കെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നു. കാരണം ഇങ്ങനെ ഒരു ചടങ്ങ് വർഷങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ നബിദിനം, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2 പെരുന്നാളിനേക്കാൾ കൂടുതൽ ഈ നാട്ടുകാരൊക്കെ സന്തോഷിക്കുന്ന ഒരു ദിവസം നബിദിനം മാത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഓർക്കാനൊരു ദിനമില്ല, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഓർക്കാനൊരു സമയമില്ല. മുഴുവൻ സമയവും അവൻ്റെ മുഴുവൻ സമയത്തിലും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം. പക്ഷേ എങ്കിലും അള്ളാഹുവിൻ്റെ റസൂല് ജനിച്ച ദിവസം എന്ന ആ ഒരു ബർക്കത്ത്, ആ ഒരു കാര്യം നമ്മൾ ആ സമയം നമ്മൾ ആഘോഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ രൂപത്തിലായിപ്പോയതിൽ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്കൊക്കെ വളരെയധികം സങ്കടം മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പലരുടെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടിട്ടുണ്ട്.
അവർക്കും ഈ നാടിനും ഈ ലോകത്തിനും ലോക മുസ്ലിമിനും വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യണം. സഹകരിച്ചവർക്കൊക്കെ ഞാൻ നന്ദി ഇപ്പോൾ പറയുകയാണ്. ഒരുപാട് ആളുകൾ സാമ്പത്തികമായും ശാരീരികമായും എല്ലാ ആ സാധനങ്ങളും ഇപ്പം നമ്മൾ ഈ പാചകം ചെയ്യുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അതിനുവേണ്ടി ചെറുപ്പക്കാരൊക്കെ വളരെയധികം സജീവമായി നമ്മളോട് സഹകരിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ നാളെ നിങ്ങളുടെ വീടുകൾ ആ കുട്ടികൾ നിങ്ങളെല്ലാവരുടെയും വീടുകളിൽ ആ ഭക്ഷണപ്പൊതി എത്തിക്കുകയും ചെയ്യും. അതിനൊക്കെ വേണ്ടി അവർക്കും ആ കുട്ടികൾക്കും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്, സഹായിച്ചവർക്ക്, സഹകരിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയും അവരൊക്കെ നാളെ ഈ ഒരു സദക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം അവർക്കുള്ള വിഷമങ്ങൾ, അവർക്കുള്ള പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ 2 വാക്കുകളോട് സംസാരിക്കും. അദ്ദേഹത്തിന് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സമയമാണെങ്കിൽ കുറവുമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. ഈ കോവിഡിൻ്റെ പ്രശ്നത്തിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ മഹല്ലത്തിനെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു മാസത്തിൽ ഈ നിലക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കഴിവിൻ്റെ പരമാവധി നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഈ ദിവസത്തിൻ്റെയും മാസത്തിൻ്റെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഒക്കെ ഹഖിലായ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് എല്ലാവിധ ആശംസകളും അർക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യട്ടെ. ദീർഘമായൊരു പ്രസംഗിക്കുന്നില്ല. നമുക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ സാഹചര്യം സമയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. എങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചില വിദ്യാർത്ഥികളെ മാത്രമേ പരിചയമുള്ളൂ, ചില വിദ്യാർത്ഥികൾക്ക് എന്നും പരിചയം ഉണ്ടാവില്ല. ആ രൂപത്തിലുള്ള ഒരു സദസ്സാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമുക്കറിയാം, എല്ലാം ഓൺലൈൻ വഴിയാണ്. ഇസ്ലാം കാര്യങ്ങളിൽ 5 എണ്ണം, ഇതിൽ 3 എണ്ണം ഓൺലൈനായി വന്നു. ഇനി 2 വരാനുള്ളൂ. ഒന്ന് നോമ്പും മറ്റൊന്ന് ഹജ്ജും. ഇത് 2 കൂടിയും ഓൺലൈനായി വന്നു കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായി. അപ്പോൾ മുഴുവനായിട്ടിപ്പോൾ ഓൺലൈൻ വഴിയാണ്. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയാണ് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ നമ്മൾ സാധാരണ ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ അത് ബഹുമാനപ്പെട്ട മജീദ് ഹാജി പറഞ്ഞതുപോലെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും സന്തോഷിക്കുന്ന ഒരു സമയമാണ് റബീഉൽ അവ്വൽ 12. അതായത് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും മറ്റ് ഏതെല്ലാം മതക്കാരുണ്ടോ ഈ മതങ്ങളൊക്കെ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ അതിനെ സന്തോഷിക്കുകയും അതിനു വേണ്ടിയുള്ള സഹകരണങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തു വരുന്നതായ ഒരവസ്ഥയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം അനുസരിച്ച് ഈ രൂപത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതായ ഒരു കാര്യത്തിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സർവസ്തുതിയും അർപ്പിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാറാവ്യാധി, ഈ പകർച്ചവ്യാധിയെ തൊട്ട് നമ്മെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ മഹല്ലത്തുകാരെയും
അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ ഈ മഹാമാരി ഈ ലോകത്ത് നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നന്ദി പ്രകാശിക്കാൻ വേണ്ടി ഉമർ അലി മാസ്റ്റർ ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഖിദ്മത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെയും മിസ്ബാഹുൽ ഹുദ മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മീലാദുൻ നബി 2020 ഈ പരിപാടിയിൽ സന്നിഹിതരായ മുഴുവൻ ആളുകൾക്കും നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ യോഗം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന വൈസ് പ്രസിഡന്റ് CP മോയിൻകുട്ടി സാഹിബ്, അതുപോലെ സ്വാഗതം പറഞ്ഞ NK അബ്ദു മാസ്റ്റർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത KP കുഞ്ഞോതി മാസ്റ്റർ, അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി കുറച്ച് ദിവസങ്ങളായി കുട്ടികളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉസ്താദന്മാർ, അതുപോലെ കമ്മിറ്റി ഭാരവാഹികൾ, മജീദ് സാഹിബ് അടക്കമുള്ള നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.